പകൽ രാത്രിയായപ്പോൾ നൊബേൽ സമ്മാനം ലഭിച്ച സ്വീഡിഷ് എഴുത്തുകാരൻ പാർ ലാഗർക്വിസ്റ്റ് സ്വതന്ത്രനാക്കപ്പെട്ട ബറാബാസിൻ്റെ തുടർ ജീവിതത്തെ ഭാവനാപരമായി ചിത്രീകരിച്ച നോവലാണ് ബറാബാസ്. കാൽവരിയിൽ യേശുവിനെ ദാരുണമായി വധിക്കുന്നത് ബറാബാസ് കാണുന്നുണ്ട്. തുടർന്ന് സംസ്കരിക്കപ്പെട്ട യേശു 3-ാം നാൾ ഉയർത്തെഴുന്നേൽക്കുമെന്ന് കേട്ടതനുസരിച്ച് ബറാബാസ് കല്ലറയ്ക്ക് സമീപം ഇടം പിടിച്ചു. ഉയർപ്പിന് ദൃക്സാക്ഷിയാകുകയും ചെയ്തു. തൻ്റെ സ്വാതന്ത്ര്യവും ഭാഗധേയവും ക്രിസ്തുവുമായി ബന്ധിക്കപ്പെട്ടതായി ബറാബാസിന് മനസ്സിലാകുന്നുണ്ട്. അസാധാരണമായതെന്തോ ക്രിസ്തുവിൽ ഉള്ളതായും ബറാബാസിന് അനുഭവപ്പെട്ടു. ക്രിസ്തുവിൻ്റെ അനുയായികൾക്കിടയിൽ ബറാബാസ് അകലം പാലിച്ച് കഴിയുന്നതായിട്ടാണ് വിവരിക്കുന്നത്. അവർ പറയുന്നു അവൻ മരിച്ചത് അവർക്ക് വേണ്ടിയാണെന്ന്. അങ്ങനെയുമാകാം. എന്നാൽ അവൻ മരിച്ചത് യഥാർത്ഥത്തിൽ തനിക്ക് വേണ്ടിയാണ്. സത്യത്തിൽ താൻ അവരെക്കാൾ അവനോട് അടുത്തവനാണ്. എന്നിട്ടും തന്നോട് അടുക്കുവാൻ അവർ കൂട്ടാക്കിയില്ല. ബറാബാസ് നിരീക്ഷിച്ചു. മരണത്തിൽ നിന്നും ജീവൻ തിരികെ കിട്ടിയെങ്കിലും തൻ്റെ ജീവിതം കൊണ്ട് എന്ത് ചെയ്യണമെന്ന് ബറാബാസിന് നിശ്ചയമില്ലായിരുന്നു. ബറാബാസ് വിശ്വാസിയല്ല. വിശ്വസിക്കണമെന്നുണ്ട്, കഴിയുന്നില്ല. ആദ്യം ഒരു സ്ത്രീയുമായി അടുത്തു. വിശ്വാസത്തിൻ്റെ പേരിൽ അവരെ ഭരണകൂടം മരണത്തിന് വിധിച്ചു. പിന്നീട് ബറാബാസ് അടുത്ത് ബന്ധപ്പെടുന്നത് സഹാബ് എന്ന അടിമയുമായിട്ടാണ്. ഇരുവരും ചേർത്ത് ബന്ധിക്കപ്പെട്ട 2 അടിമകളായിരുന്നു. സഹാക്കിന് ക്രിസ്തുവിൽ ആഴമേറിയ ആരാധനയായിരുന്നു. ക്രിസ്തുവിനെ നേരിൽ കണ്ട ബറാബാസിനോട് റബിയെപ്പറ്റി കൂടുതൽ അറിയാൻ കൂടെ ചോദിക്കുന്നുണ്ടെങ്കിലും ബറാബാസ് പ്രതികരിക്കാൻ സന്നദ്ധനായിരുന്നില്ല. ക്രിസ്തുവിൽ വിശ്വസിക്കുന്നുവെന്ന കാരണത്താൽ ഗവർണർ സഹാക്കിനെയും വധിക്കാൻ വിധിച്ചു. വിശ്വസിക്കുന്നുണ്ടെന്ന് വ്യക്തമാകാതിരുന്നതിനാൽ ബറാബാസിനെ അയാൾ വെറുതെ വിട്ടു. എങ്കിലും ഒടുവിൽ ബറാബാസിനെയും കഴിവിലേറ്റി. ബറാബാസ് എന്ന കൃതിയിൽ ഇരുട്ടും വെളിച്ചവും മുഖ്യ പ്രമേയങ്ങളാണ്. പകൽ രാത്രിയായി. ദ ഡേ ബിക്കെയിം നൈറ്റ്. ഗോഗൽത്തായിൽ ക്രിസ്തു കുരിശിൽ മരിക്കുമ്പോഴാണ് ഭൂമി മുഴുവൻ അന്ധകാരമായി എന്ന് സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്നത്. ഏതാനും നിമിഷത്തേക്ക് പ്രകാശം തിരോഭവിച്ചു. സത്യവും സ്നേഹവുമായ ക്രിസ്തുവിൻ്റെ മരണം തന്നെയാണ് വെളിച്ചത്തിൻ്റെ മരണവും. ഉച്ചനേരം അർദ്ധരാത്രിയാകുന്നത് മനുഷ്യാത്മാവിൻ്റെ അനുഭവമാണ്. അന്ധത ബാധിച്ച ഒരു ജനത പ്രകാശത്തെ തമസ്കരിക്കുന്നു. പ്രതീകാത്മകമായി സൂര്യൻ അനുശോചനത്തിന് കണ്ണു ചിമ്മുന്നു. മനുഷ്യൻ്റെ അന്ധത ഹിംസയായും ആക്രമണമായും മാറുമ്പോൾ ഭൂമിയിൽ ഇരുട്ട് ബാധിക്കുന്നു. ജീവിതം മറുവിലയായി കൊടുക്കേണ്ടി വരുന്ന ക്രിസ്തുവിൻ്റെ നിലവിളി ഉപേക്ഷിക്കപ്പെടലിൻ്റെ പാരമ്യത്തിൽ ഇടിമുഴക്കം പോലെ ദൈവത്തിലെത്തുന്നു, മനുഷ്യഹൃദയത്തിലും. മാർട്ടിൻ ബൂബർ ഈ മനോവ്യഥയെ ദൈവഗ്രഹണം, ദ എക്ലിപ്സ് ഓഫ് ഗോഡ് എന്നാണ് വിശേഷിപ്പിച്ചത്. ദൈവം ഒളിവിൽ പോകുന്ന നിമിഷങ്ങൾ. മരണവേദനയിൽ മനുഷ്യൻ്റെ വിഹുലതയാണത്. നിമിഷങ്ങൾക്കകം പ്രകാശം തിരിച്ചെത്തുന്നുവെന്നും മനുഷ്യാത്മാവ് സ്വാസ്ഥ്യം കൈവരിക്കുമെന്നും വിശ്വസിക്കുന്നതാണ് ഉയർത്തെഴുന്നേൽപ്പ്. ബറാബസ് പകൽ രാത്രിയാകുന്നതിന് സാക്ഷ്യം വഹിക്കുന്നുണ്ട്. എങ്കിലും തടവറയിൽ കഴിഞ്ഞിരുന്ന ഈ കലാപകാരിക്ക് വെളിച്ചം ക്രിസ്തുവാണെന്നും ക്രിസ്തുവിൻ്റെ തിരോധാനം പ്രകാശത്തിൻ്റെ തിരോധാനമാണെന്നും വ്യക്തമാകുന്നില്ല. ക്രിസ്തുവിന് പകരം മോചിപ്പിക്കപ്പെട്ട ബറാബാസ് കഥയിൽ പൂർണ്ണമായ മോചനം നേടുന്നില്ല. ദൈവത്തിൻ്റെ ഉന്മയോ ശൂന്യതയോ അദ്ദേഹത്തെ ബാധിക്കുന്നില്ല. ഇരുട്ട് അദ്ദേഹത്തെ അസ്വസ്ഥപ്പെടുത്തുകയോ പ്രകാശം അദ്ദേഹത്തിന് സന്തോഷം പകരുകയോ ചെയ്യുന്നില്ല. മാത്രവുമല്ല, അദ്ദേഹം മരണത്തെ അഭിമുഖീകരിക്കുമ്പോൾ ആത്മാവിനെ അയക്കുന്നത് ഇരുട്ടിലേക്കാണ്. ബറാബസ് പാർ ലാഗർക്വിസ്റ്റിൻ്റെയും ആധുനിക മനുഷ്യൻ്റെയും ജീവിത വ്യഗ്രതകളുടെയും ആത്മനൊമ്പരത്തിൻ്റെയും മൂർത്തരൂപമാണ്. മനോവ്യഥയാണ് എനിക്ക് കിട്ടിയ പൈതൃകം. ആംഗ്വിഷ് ഈസ് മൈ ഹെറിറ്റേജ് എന്ന് കവി പറയുന്നുണ്ട്. മറ്റൊരാളുടെ ആത്മത്യാഗത്താൽ മോചിപ്പിക്കപ്പെട്ടിട്ടും ബറാബാസിന് സാഹോദര്യമോ സന്തോഷമോ കൈവരുന്നില്ല. ആത്മത്തോട് തികച്ചും നിസ്സംഗനാണ് ബറാബസ്. എന്തിനാണ് ഇത്തരമൊരു മോചനം? സ്വാതന്ത്ര്യത്തിൻ്റെയും സന്നിഗ്ധതയുടെയും ഭാരം പേറുന്ന മനുഷ്യരുടെ പ്രതിനിധിയാണ് ബറാബാസ്. വീടും നാടും മനസ്സും തടവറയാകുന്നത് അവ്യക്തതയുടെ പ്രശ്നമാണ്.
വ്യക്തതയാണ് ആത്മീയത. ക്ലാരിറ്റി ഈ സ്പിരിച്വാലിറ്റി. പ്രകാശമാണ് മോക്ഷം. വീടിനുള്ളിലെ വാസം ഉപേക്ഷിച്ചത് മുതൽ എത്രയെത്ര നക്ഷത്രങ്ങൾ അവൾ കണ്ടു. വീട് തടവറയാകുമ്പോൾ നക്ഷത്രങ്ങൾക്ക് വേണ്ടി ജാലകം തുറക്കുന്നതാണ് വിമോചന പ്രക്രിയ. നിഴൽ ബാധിക്കുമ്പോൾ തന്നെ മരണത്തിൻ്റെ സാന്നിധ്യം തിരിച്ചറിഞ്ഞാൽ നിഴലിനെ നിർവചിക്കാനാകും. അൻപോടെ നയിച്ചാലും നീ ദീപമേ എന്ന് പ്രാർത്ഥിക്കാനുമാകും. ഗാന്ധിജിയുടെ വധത്തിലും ദ ലൈറ്റ് ഹാസ് ഗോൺ എന്ന് നെഹ്റു വിലപിച്ചു. ഉയർപ്പിൻ്റെ ഉഷസ്സിനായി ഉപവസിച്ചും വെറുപ്പിൻ്റെ അന്ധതയോട് വിട പറഞ്ഞും ആത്മാവിൻ്റെ വ്യക്തതയ്ക്ക് പ്രയത്നിച്ചും മരണത്തിൻ്റെ സമസ്യയ്ക്ക് അർത്ഥം കണ്ടെത്തിയും ക്രിസ്തുവിനൊപ്പം സ്നേഹത്തിനൊപ്പം യാത്ര തുടരാം.